ഈ വീഡിയോയുടെ അവസാനം 3 ചോദ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരൊറ്റ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. PTR എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. PTR എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനത്തെയാണ് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനത്തെയാണ് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്ന ശാസ്ത്രനാമമുള്ള മരങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്ന ശാസ്ത്രനാമം. അപ്പൊ ഏതാ ഉത്തരം? ശെന്തുരുണി വന്യജീവി സങ്കേതം. ഉത്തരം ശെന്തുരുണി വന്യജീവി സങ്കേതം. KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പക്ഷി സങ്കേതം. ഉത്തരം ചൂളന്നൂർ. ഉത്തരം ഏതാണ്? ചൂളന്നൂരാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കേ, എന്തിന്റെ ശാസ്ത്രനാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന? എന്തിന്റെ ശാസ്ത്രനാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന? ഇത് നല്ലൊരു ചോദ്യമാണ്. ഉത്തരം ഏതാണ്? നീലക്കുറിഞ്ഞി. ഉത്തരം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എവിടത്തെയാണ്? തൃശ്ശൂരാണ് ചോദ്യം. ഉത്തരം പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ അഥവാ വരയാടിനെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം. ഇതിനെയാണ് നീലഗിരി താർ അഥവാ വരയാട്. ഉത്തരം ഇരവികുളം. ഉത്തരം ഏതാണ്? ഇരവികുളമാണ് ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അപ്പൊ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എവിടത്തെയാണ്? കേരളത്തിലെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഉത്തരം പാമ്പാടും ചോല. ഉത്തരം ഏതാണ്? പാമ്പാടും ചോലയാണ് ഉത്തരമായിട്ട് വരുന്നത്. 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആര്? ആരാണ് ഉത്തരം? രാജീവ് ഗാന്ധിയാണ്. ഉത്തരം ആരാണ്? രാജീവ് ഗാന്ധിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ടതുമായ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ടതുമായ പക്ഷി സങ്കേതം. ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. ഉത്തരം ഏതാ? തട്ടേക്കാടാണ്. ലോകത്താകെയുള്ള കാണ്ടാമൃഗങ്ങളിൽ 2/3 ഭാഗവും കാണപ്പെടുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ലോകത്താകെയുള്ള കാണ്ടാമൃഗങ്ങളിൽ 2/3 ഭാഗവും. ഉത്തരം കാസിരംഗ ദേശീയോദ്യാനം. ഉത്തരം കാസിരംഗ ദേശീയോദ്യാനം. കസ്തൂരിമാൻ സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കസ്തൂരിമാൻ സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഉത്തരം കേദാർനാഥ് വന്യജീവി സങ്കേതം. കേദാർനാഥ് വന്യജീവി സങ്കേതം. കേരള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? കേരള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം പിണറായി വിജയൻ. ഉത്തരം പിണറായി വിജയൻ. അടുത്ത ചോദ്യം നോക്കിയേ, ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലോക ജൈവ വൈവിധ്യ ദിനം എന്ന്. ഉത്തരം മെയ് 22. ഉത്തരം എന്നാ വരുന്നത്? മെയ് 22. അടുത്ത ചോദ്യം നോക്കിയേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് സ്ഥാപിതമായ വർഷം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്. അപ്പൊ നോക്കിയ ഉത്തരം 1988. 1988. നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ചന്ദനത്തടിയുടെ അളവ്. നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ചന്ദനത്തടിയുടെ അളവ്. ഉത്തരം 1 കിലോഗ്രാം ആണ്. ഉത്തരം എത്രയാണ്? 1 കിലോഗ്രാം ആണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി നിരീക്ഷണ കേന്ദ്രം ഏത്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഉത്തരം കുമരകം. ഉത്തരം കുമരകം. അടുത്ത ചോദ്യം നോക്കിയേ, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശവുമായത് ഏത്? ചോദ്യം ശ്രദ്ധിച്ചേ. 3 ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ്, ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശവുമായത് ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം മംഗളവനം പക്ഷി സങ്കേതം. ഉത്തരം ഏതാണ്? മംഗളവനം.